ഈ പറയുന്ന രേണു ഇതുപോലെ കടത്തോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പല ആൾക്കാരും സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഷഫീനയുടെ ചാനലിൽ കൂടാണ് ഈ വോയിസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അവരുടെ കുടുംബം നല്ല രീതിയിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ അവർക്ക് വീടിന് അറ്റാക്ക് വരാനോ എന്തായാലും ഇങ്ങനെയുള്ള കേസായിട്ട് ഒന്ന് ആലോചിച്ച് എയർപോർട്ട് കേസായിട്ടൊക്കെയാണ്. ഇങ്ങനെ ആകുമ്പോൾ അവർ സൂക്ഷിച്ചില്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ വല്ല കൊള്ള സംഘങ്ങളും വല്ല ഉണ്ടെങ്കിൽ അവരൊക്കെ വീട് ആക്രമിക്കാൻ ചാൻസ് കൂടുതലാണ്. മാസം മുന്നേ ഡാനി എന്ന് പറയുന്ന വ്യക്തി എന്നോട് കുറിച്ച് പേഴ്സണലി സംസാരിച്ചത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞതല്ല. അതെ, ഈ യൂട്യൂബിൽ ഇത് നേരത്തെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സാധനമാണ് ഈ പറഞ്ഞത്. രേണു മുമ്പായി പോകുന്നത് എന്തിനാണ് എപ്പോഴും സ്വർണ്ണക്കടത്തുള്ളത് കൊണ്ടല്ലേ, അതല്ലെങ്കിൽ ലഹരി കടത്തുള്ളത്. ഓക്കെ, ഇവിടെ ശ്രീധുവിന്റെ വീഡിയോ ഇന്നലെ കാണാനായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്നലെ ഒരാൾ അയച്ചു തന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, രാത്രിയിലാണ്. ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പയ്യനുണ്ടല്ലോ നെക്സോവിൻ എന്ന് പറയുന്ന പയ്യൻ്റെ ഒരു വിഷയം വന്ന സമയത്ത് ഇവൾക്ക് എന്തോ സംസാരിക്കണം എന്ന് പറയുകയൊക്കെ ചെയ്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഈ പറയുന്ന ഈ ദുബായ് കേസ് കേട്ടും ഈ സ്വർണത്തിന്റെ കേസ് കേട്ട് കടത്തിന്റെ എന്തോ കേസ് കേട്ടതൊക്കെയാണെന്നും പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് ഇന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തോ സംഭവം എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, അത് നീ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടുപിടി, എയർപോർട്ട് വഴിയിലോ എല്ലാം ഒക്കെ കണ്ടുപിടിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് വിവരക്കേടാന്നും പറഞ്ഞിട്ട് ആ കൂട്ടുകാരി നല്ല രീതിയിൽ പറഞ്ഞു. പുള്ളിക്കാരി പോരാത്തൊരു ഡോക്ടറും കൂടെ. ഞാൻ കുറേ അങ്ങ് പറഞ്ഞു, നീ ഇത് വിവരക്കേടെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നത്, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. ഞാൻ അന്ന് ആ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സംഭവം നടത്തുന്നത് നമ്മുടെ ഡോക്ടർ റോയ് മരിച്ച സമയത്തെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇതും കൂടെ ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന നെക്സോവിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നത്. അവരിവരെ വിളിച്ച സമയത്ത് ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ചാനലിൽ ഒന്നും വന്നിട്ട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാരണം നമുക്കറിയാത്ത കാര്യങ്ങൾ വന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. പിന്നീടാണ് ഞാൻ കാണുന്നത്, ഒരു വീഡിയോ ക്ലിപ്പ് കാണുന്നത്, ഷഫീനയുടെ ഒരു വീഡിയോ ക്ലിപ്പ് കാണുന്നത്. അത് എടുത്തിട്ടാണ് ഞാൻ വെച്ചിട്ട് അതിനുള്ള കഴിവൊന്നും വെക്കില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് ഓൾറെഡി ചർച്ച ആയിട്ടുണ്ടോ എന്ന് ഞാൻ ആ കൂട്ടുകാരോട് ചോദിച്ചപ്പോൾ നീ മണ്ടൻ, അത്യാവശ്യം ഇവിടെ ഇത് ചർച്ച ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെ ചാനലിൽ തന്നെ വന്ന കേസ് കേട്ടായിരിക്കും. അപ്പം എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് എൻ്റെ ഫ്രണ്ടാണ്. അത് ഞാൻ ഇവരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുത്തി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നില്ല ഇവിടെ നിന്നില്ല വേറെ പൊട്ടത്തരൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്ത്. ഓക്കെ, അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എന്തോ വേറെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും സംസാരിച്ച് സ്റ്റാൻഡ് വേറെ അല്ല. അപ്പോൾ ഞാൻ 2 ആട്ടാടിയായിരുന്നു. അതൊക്കെയാണ് കലിപ്പ്. അത് വിട്. എന്നാലും ഇവിടെ പറയുന്ന വീഡിയോ ഞാൻ വെക്കാം. അതിന് മുമ്പ് ചേച്ചിയുടെ നടൻ്റെ ഒരു വീഡിയോ ഒന്ന് വെക്കട്ടെ. ഇങ്ങോട്ട് വിവാദമൊക്കെ തട്ടി കുരുമ്പിരി കൊടുത്തുകൊണ്ട് ചിലവർക്ക് അധികം ബുദ്ധിമുട്ടുമാണ്. അതിന് പല ഒഴിവുകളൊക്കെ പറഞ്ഞ് ചില ആളുകളല്ല ചില ആൾക്കാർ തോന്നുന്നില്ല. ചിലപ്പോൾ കുളവും കരേണ്ട പൈസ എടേ ചാനല് ഒന്ന് സബ് ചെയ്തേക്കണേ. നമ്മൾ രേണുവിൻ്റെ വിഷയത്തിനകത്ത് മാത്രമേ ചർച്ച ചെയ്യത്തുള്ളൂ. ചാനൽ സബ് ചെയ്തവരൊന്നും സബ് ചെയ്യുക, ഒരു ലൈക്ക് കൊടുക്കുക, ഹൈപ്പ് കൊടുക്കുക, കമന്റ് കൊടുക്കണം. എന്തായാലും കമന്റ് കൊടുക്കണം കേട്ടാ. ഞാനങ്ങനെ ആരെയും വ്യക്തിപരമായിട്ട് ഞാൻ ടോർച്ചർ ചെയ്യുന്ന ആളല്ലല്ലോ. വ്യക്തിപരമായിട്ട് കുത്തി സംസാരിക്കുന്ന ആളല്ലല്ലോ. ഞങ്ങളായിട്ട് ആക്കുവാണെന്ന് തോന്നുന്നു. നമ്മൾ എന്തെങ്കിലും കാര്യം കുത്തി സംസാരിക്കുവാണെങ്കിൽ ഇവിടെ കാണിക്കുന്ന ഓരോ തോന്നിയവാസത്തിന് മാത്രമേ നമ്മൾ കുത്തി സംസാരിക്കാറുള്ളൂ. കാരണം അതുപോലത്തെ പോക്കരുത്തങ്ങളാണ് സോഷ്യൽ മീഡിയ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെ എങ്ങനെ നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ? എന്നിട്ട് ഓരോ വട്ടം ഡാനി അതിൽ മറ്റുള്ളവരുടെ പേരൊന്നും വിളിച്ച് പറയുന്നില്ല. ഇതെല്ലാം കൂടെ വലിയ ആരോപണങ്ങൾ കൊണ്ടുവന്നാൽ പോലും നെഞ്ചത്തോട്ട് വരുന്ന ഡാനിയുടെ അതുണ്ട്. ഇപ്പം ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണത്തിന്റെ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളെ, അതായത് ഞാനും അതിലും കൂടെ ആണ് പൊക്കിക്കൊണ്ട് വന്നതും ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. ഇനി അതുകൂടെ എൻ്റെ നെഞ്ചത്തോട്ട് വെച്ചതാണ് നീയൊക്കെ കൂടെ. ഓ, പിന്നെ വേറൊരു വീഡിയോ ഉണ്ട്. ഇത് ഷൂട്ടിങ് തന്നെയാണോ? എനിക്കൊരു ഡൗട്ടുണ്ട്. എന്തായാലും ഒരു പ്രായമുള്ള ഒരു മനുഷ്യനാണ് ഇതിന്റെ ഡയറക്ടറും കാര്യങ്ങളൊക്കെ. അയാൾ അത്യാവശ്യം മെച്യൂരിറ്റി ഉള്ള ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാണുമ്പോഴറിയാം, വരുമ്പോഴറിയാം എന്താണെന്നൊക്കെ. നോക്കട്ടെ. ഇനി ഇപ്പോൾ പറയുന്നത് നമുക്കൊന്ന് മൊത്തമായിട്ടൊന്ന് കേട്ട് നോക്കാം. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇപ്പോ നിലവിൽ സജീനയ്ക്ക് കൂടാതെ രേണുവിനും ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയും. പിന്നെ പ്രധാനമന്ത്രിക്കില്ല എത്ര തിരക്ക്. ഇതിന് സജീന എന്തിനാ പ്രതികരിക്കാതിരിക്കുന്നേ? പേടിച്ചിട്ടാണോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ആ ഒരു സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക. എന്തുകൊണ്ട് സച്ചിനയ്ക്കും രേണുവിനും ഇതിനെതിരെ പ്രതികരിക്കാൻ പറ്റുന്നില്ല? ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് താഴെ ഏറ്റവും കൂടുതൽ വന്ന കമന്റ്സ് ആണ് എന്തുകൊണ്ട് രേണു പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ട് രേണു ഒരു കേസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് രേണു സുധി കേസ് കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് രേണു സൈലന്റ് ആയിട്ട് നിൽക്കുന്നു? ഇപ്പം ആൾക്കാരപ്പം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ രേണു ഇതിന് പ്രതിയായിരിക്കും, അതുകൊണ്ടായിരിക്കും രേണു പ്രതികരിക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി പോലീസിനോട് ഇന്നലെ വിളിച്ചതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ വെച്ച് എന്നോട് പറഞ്ഞിട്ട് നാളെ ചെല്ലാൻ, അതായത് ഇന്നലെ പറയാൻ പറ്റുന്ന എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഓക്കെ,
പോകാനിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വിഷ്ണു എന്ന് ഒരാളുകൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അയാൾ ഈ പറയുന്ന ഷഫീന ബേബിയുടെ തെളിവും കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് ഈ കാര്യം മൂവ് ചെയ്യാനിരിക്കുന്നത്. എനിക്കിപ്പം ഷഫീനയുടെ നമ്പറുണ്ട്, പിന്നെ 2 നമ്പർ അങ്ങോട്ട് ഉണ്ട്, മോൻ്റെ ഒരു നമ്പർ കിടപ്പുണ്ട്. അപ്പം ഇവരെ കിട്ടിയില്ലെങ്കിൽ അതിലോട്ട് വിളിച്ചാലും മതിയില്ല. കാരണം ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോഴേ നമ്മുടെ നാട്ടിൽ ഒരു വിഷയം നടക്കുമ്പോൾ അതെന്തായാലും പുറത്ത് കൊണ്ടുവരണം. ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയട്ടെ, എനിക്ക് തമ്മിലടിക്കാനൊന്നും തല്ലി താല്പര്യം കാര്യങ്ങളൊന്നുമില്ല. ബസ്സിൽ എനിക്ക് അവരെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. അത് വേറെ കാര്യങ്ങൾ തന്നെ. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ ചാനൽ നശിപ്പിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ കുറച്ച് തെളിവും കാര്യങ്ങളൊക്കെ എൻ്റെ ചെവി കേട്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയോട് എനിക്ക് ഒട്ടും അങ്ങോട്ട് യോജിക്കാൻ പറ്റത്തില്ല. അത് വേറെ കാര്യം, നമ്മുടെ പേഴ്സണൽ കാര്യം. അത് ഞാൻ ഇതിലോട്ട് ഇടുന്നില്ല. അത് ഇടുവാണെങ്കിൽ അത് മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിനെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അതിൻ്റെ പേഴ്സണൽ പറയുകയും ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു ഇതാണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഷഫീന ബീബി ആണെങ്കിൽ പോലും കൊണ്ട് കേസോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. പോലീസ് അവരെ സമീപിച്ചാൽ അവർ തെളിവ് കൊടുക്കാമെന്നാണ് പറയുന്നത്. എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്ന ചേച്ചി എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ അത് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. ഓക്കെ, അപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞൊരു പയ്യൻ കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവൾ എന്തോ കഥയാണെന്നാ അതിന് നിങ്ങളൊന്ന് കേൾക്കും. സജിനയ്ക്ക് ഇതിനെതിരെ സംസാരിക്കരുത് എന്ന് പറഞ്ഞത് വാണിംഗ്. കാരണം ഇത് ഓൾറെഡി പോലീസ് കേസ് ആക്കിയിട്ടുണ്ട്. പല യൂട്യൂബേഴ്സും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പോലീസ് നിയമ നടപടികളിൽ പോയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും നമ്മൾ ഈ പറയുന്ന സജിനേനെയും വീടിനെയും വിളിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിനെതിരെ സംസാരിക്കരുത് എന്ന് അവർക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് തെളിവ് സഹിതം ഓരോ യൂട്യൂബ് ചാനലിലും വരുമ്പോൾ ഇതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ തെളിയിക്കാൻ പോവാണ്. അപ്പോൾ കാര്യം പറ്റുന്നില്ല. പിന്നെ സജിന ഈ പറയുന്ന വ്യക്തി രേണു ഈ ദുബായിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ കുറെ സ്വർണ്ണം കൊണ്ടുവന്നത്, അടിച്ചുമാറ്റി കൊണ്ടുവന്ന സ്വർണ്ണ കട്ടികൾ, പിന്നെ സ്വർണ്ണ കിരീടം, മാലകൾ, ഇതെല്ലാം കൊണ്ടാണ് സജിനയുടെ മടിയിലാണ് വെച്ചിരിക്കുന്നത് രേണു. അതായത് ഒരു ഇഷ്യൂ ആണെങ്കിൽ സജിന അങ്ങ് പിടിക്കപ്പെടട്ടെ. അതുകൊണ്ടാണോ സജിന വീഡിയോ ചെയ്യാത്തത്? അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സജിന വീഡിയോ ചെയ്യാത്തത്. എനിക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം സ്വർണ്ണം ഒരിക്കലില്ല, മടിയില്ല. എന്താണെന്നാണ് വന്നിട്ട് ഈ പൊലമ്പുന്നേ വിവരക്കേട്. അപ്പൊ ഈ ഒരു പുള്ളി കോമഡി ആട്ടോ ഉദ്ദേശിച്ചത്. എന്തായാലും നല്ല കോമഡി. നീ പറ, നിന്റെ കോമഡി ആക്കട്ടെ. ഇവിടെ ഒരു എൻ്റെ പൊന്നെ യക്ഷിയായിട്ടാണോ എന്നൊരു സംശയം. ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, ഇങ്ങനെയൊക്കെ എക്സ്പ്രഷനൊക്കെ കിട്ടി. എൻ്റെ പൊന്നു മോളെ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഞാൻ പറയുന്നില്ല, അത് വേറെ കാര്യങ്ങൾ. എല്ലാം മടിയിലിരിക്കുന്നുണ്ട്. സജിനയ്ക്ക് സംഭവം എണീക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് സജിന. ആ ഒരു കസാരയിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല. ഇന്നലെ എന്നെ ഫോൺ വിളിച്ചിട്ട് കുറച്ച് നേരത്തെ വിളിച്ച് സ്ത്രീകൾ നീ എന്റെ കിട്ടുന്ന അങ്ങനെ ചെയ്യില്ല. ഞാൻ ഇവിടെ നിന്ന് കൊല്ലം വരെ ചെന്ന് സജിന ചേച്ചിയുടെ മടിയിരിക്കുന്ന എല്ലാ സ്വർണ്ണങ്ങളും കാര്യങ്ങളും മാറ്റിയതിന് ശേഷം 2 കൈ കൊടുത്ത് വേണമെങ്കിൽ സജിന ചേച്ചി ഒന്ന് എണീപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മാതിരി സ്വർണ്ണം രേണു അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. മനസ്സിലായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് സത്യം പറഞ്ഞ ഇവള് കോമഡി അടിക്കുക. കാണുന്നവർക്ക് വിചാരിക്കും ഇവളെന്തോ ഇത് കാണുന്നവർ വേറെയൊക്കെ വിചാരിക്കത്തുള്ളൂ. സീരിയസ്ലി ഞാൻ പറയാം, ഇവിടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇന്നലെ സ്വർണ്ണം കൊണ്ടുവന്ന് സജിനയുടെ എടുത്തിരിപ്പ് കൊണ്ട് ഞാൻ ചെന്നിട്ട് വേണം എന്നൊക്കെ പറയത്തില്ലേ. അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ആർക്കറിയാം, ചില കള്ളങ്ങൾ വിളിച്ച് പറയുന്നത് ചിലപ്പോൾ സത്യമാണെന്ന് ആർക്കറിയാം. ക്ലിയർ ചെയ്ത് വന്നതിന് ശേഷം ഈ പറയുന്ന രേണു ഈ പറയുന്ന സജിനെയും വന്ന് പ്രതികരിക്കും. ഇതിന് വേണ്ടിയിട്ട് പ്രതികരിക്കും. ഇനി ഇതിന്റെ പിറകിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറഞ്ഞത് ഏകദേശം 1.5 മാസം മുന്നേ. ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയ ഇഷ്യൂസ് അല്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊന്നും ഒന്നും അല്ലാന്ന് തോന്നുന്നത്. മീൻസ് ഇപ്പോൾ ഒരു ചാനലിൽ 1-2 വോയിസ് കാര്യങ്ങൾ വരുന്നില്ല. അതൊക്കെ കേട്ടിട്ട് എനിക്കത് ഒന്നും അല്ലാന്ന് തോന്നുവാണ്. ഞങ്ങൾക്ക് നമ്മളാരും പേടിച്ചിരിക്കുന്നില്ല. കാരണം ഞങ്ങൾ 1.5 മാസം മുന്നേ ഡാനി എന്ന് പറയുന്ന വ്യക്തി എന്നോട് വിളിച്ച് ഫേസ്ബുക്കിൽ സംസാരിച്ചത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞതെല്ലാം. അതെ, ഈ യൂട്യൂബിൽ ഇത് നേരത്തെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സാധനമാണ് ഈ പറയുന്നത്. രേണു ദുബായി പോകുന്നത് എന്താണ് എപ്പോഴും സ്വർണ്ണക്കടത്തുള്ളത് കൊണ്ടല്ലേ, അതല്ലെങ്കിൽ ലഹരി കടത്തിൽ ഉള്ളത് കൊണ്ടല്ലേ, അവിടെ വേറെ മറ്റേ പണിയില്ലേ മറിച്ച പണിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഡിസ്കസ് നടന്നിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ ഈ സമയത്താണ് ഡാനി എന്നോട് വിളിച്ചിട്ട് ഈ ഒരു സബ്ജക്ട് റിലേറ്റഡ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇവ വിളിച്ച് നോർമലി ഞാൻ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരാളെ കുറിച്ച് സംസാരിക്കും, ഞാൻ കുറച്ച് ക്യാഷ്വലായിട്ട് സംസാരിക്കും. എനിക്ക് റിയലാണ് തോന്നുന്നത്. ഞാൻ അങ്ങനെ ആരെയും കോൾ റെക്കോർഡ് ചെയ്യില്ല. പക്ഷെ എനിക്ക് പണി കിട്ടുമെന്ന് പറയുന്ന കോൾ ഞാൻ റെക്കോർഡ് ചെയ്യും. കൂടുതൽ റിയലാണെന്ന് തോന്നുന്നവരൊക്കെ ഞാൻ മനസ്സ് തുറന്ന് തന്നെ സംസാരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ സംസാരിച്ച ഒരു വ്യക്തിയാണ് ഡാനി. അപ്പോൾ ഡാനി ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ രേണു ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ദുബായിൽ പോയിട്ട് വരുന്നുണ്ട്. ഇത്രയും ദിവസമൊക്കെ ഒരു ഇനാഗ്രേഷൻ ആണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ദിവസം പോകുക, പിറ്റേ ദിവസം ഇനാഗ്രേഷൻ അതേ വീക്ക് വരിക. അതല്ല ഓക്കെ, അല്ല ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു എന്നുള്ള ശരിയാണ്. ശരിയും കാര്യങ്ങളൊക്കെ തന്നെ. എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ച ഒരു ഇത് വെച്ചിട്ടാണ്. കാരണം ഇവിടെ ആ സമയത്ത് രേണുവിനെതിരെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വേറെ കാര്യം. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചത്. അത് ഇത്രയും മാത്രം. ഇതിപ്പം സോഷ്യൽ മീഡിയ വന്നിട്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. ഈ പറയുന്ന മറ്റേ അഫീനയുടെ ചാനൽ അവരൊക്കെ ചെയ്ത് ഇതെല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് ഇനി ഡാനിയുടെ പ്ലാനാണെന്ന് പറഞ്ഞിട്ട് ഇനി ഡാനിയുടെ നെഞ്ചത്തോട്ടെല്ലാം കൂടെ വെക്കുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇനി അടുത്ത വണ്ടി ദൈവമേ. അപ്പോൾ ഇത് ഞാൻ ചെയ്യിച്ചതാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്നാലും വിവരക്കേട്. അതേപോലെ ഈ 15 ദിവസമൊക്കെ കളിക്കുന്നതിന്റെ ആവശ്യമില്ല. അപ്പൊ അവിടെ അവർക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് എന്നൊക്കെ ബിസിനസ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എന്നോട് സംസാരിച്ചത്. അന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ ഈ പറയുന്ന ദൈവം അങ്ങനെ അത്ര വലിയ ഫ്രണ്ടൊന്നും അല്ല. അപ്പൊ ഇവർ ഈ പറഞ്ഞ സെയിംസ് ആണ്, ഇവർ ഈ പറഞ്ഞ ഇപ്പൊ മേ ബി ഇങ്ങനെയൊക്കെ ആയിരിക്കും എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവൻ അങ്ങോട്ട് പറഞ്ഞു. സംഭവം ഇതെല്ലാം വെച്ചിട്ട് ഇവരിപ്പോ നല്ല രീതിയിൽ കടന്ന് കളിക്കുന്നുണ്ട്.
ഈ ഓരോ യൂട്യൂബ് ചാനലിൽ വരുന്ന ഈ ഓരോ വോയിസ് ആയാലും ഓരോ വീഡിയോസ് ആയാലും ഇതിന്റെ പിന്നിലെല്ലാം ഡാനിയാണെന്നുള്ളത് എനിക്ക് 100% ഉറപ്പ് തന്നെയാണ്. കാരണം ഇതിന്റെ കുറെ എവിഡൻസ് ഡാനിയുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഡാനിയോട് ചോദിച്ചാൽ ഡാനി തീർച്ചയായിട്ടും ആ ഒരു എവിഡൻസ് ഡാനി പബ്ലിക്. ഞാൻ കാര്യം പറയട്ടെ, കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന എവിഡൻസോ കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ല. ഈ പറയുന്ന കൂട്ട് കുറച്ച് ദുബായി പോകുന്നത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ഒരു അറിവ് മാത്രമേ ഉള്ളൂ എനിക്ക്. എൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ തപ്പിപ്പിടിച്ച് പോകുമ്പോഴും ഈ പറയുന്ന ഏത് ഉദ്ഘാടനത്തിന് പോയതും അവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഈ പറയുന്ന വിട്ട് കൊച്ചറ ഈ പറയുന്ന ഡാൻസ് കാര്യങ്ങൾ വേറെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഐറ്റം ഡാൻസ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ തന്നെ. അപ്പം ഈ എന്താ പറയണ്ടേ, അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എനിക്കൊന്ന് എടുത്ത് തരാമെന്നൊക്കെ ചോദിച്ചിട്ട് ആ സ്ഥലത്തിൻ്റെയൊക്കെ കുറേ വീഡിയോസും പരിസരത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് അന്ന് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് എൻ്റെ ഇരിക്കുന്ന തെളിവും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ പറയുന്ന വോയിസും കാര്യങ്ങളൊന്നും നമ്മളായിട്ടൊരു ബന്ധമില്ല. ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ എന്നുള്ള രീതിയിലാണ്. പക്ഷേ എനിക്കത് എത്തിപ്പറ്റാൻ പറ്റിയിട്ടില്ല. അതൊക്കെ കൂടുതൽ ഇപ്പോൾ വോയിസും കാര്യങ്ങളൊക്കെ വരുന്ന ഷഫീനയുടെ ഇതിൽ അവരൊക്കെ ചെയ്യുന്നത്. പക്ഷേ തെളിവില്ല, ഞാൻ എങ്ങനെ വിശ്വസിക്കും? എനിക്ക് ഇപ്പോഴാണെങ്കിലും അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ പറയുന്നതെന്ന് വെച്ചാൽ ഇവരെ കൊണ്ട്, കാരണം കൊച്ചി എയർപോർട്ടിലും ഈ ട്രിവാൻഡ്രം എയർപോർട്ടിലൊക്കെ ഇങ്ങനെ ഒരു കാര്യം പറ്റൂല. ഈ സ്വർണം കൊണ്ടുവരുന്നതൊക്കെ കാര്യങ്ങൾ അതിപ്പോൾ ഏത് സ്ഥലത്ത് കയറ്റി വെച്ച് വന്നാലാണെങ്കിൽ പോലും അവന്മാർ തൂക്കും. ഇതിനേക്കാളും വലിയ കേസായിട്ട് അവളെ തൂക്കുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പം ഈ ഷഫീന പറയുന്ന കസ്റ്റംസ് ഓഫീസർ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ. ഇവിടുത്തെ ഗവൺമെന്റിന്റെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് സപ്പോർട്ട് വേണം. ഇവിടുത്തെ ഗവൺമെന്റ് സപ്പോർട്ടോ കേന്ദ്രത്തിലുള്ള സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ വരും. ഇത് പോകുമ്പോൾ പാർട്ടി ലെവലിൽ പോകും ഈ സാധനം. മനസ്സിലായോ? അത് എന്തായാലും മെയ് 4 കഴിയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്വാതന്ത്ര്യം കിട്ടും. അത് വേറെ കാര്യം. ഇത് ഭയങ്കര വിഷയമാണ് ഈ ഒരു സംഭവം. നിങ്ങൾ പറയുന്ന പോലില്ല, ചുമ്മാ വന്നിട്ട് കുറച്ച് വോയിസും കാര്യങ്ങളും എടുത്തിടുവാണെങ്കിൽ അത് സത്യമാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഇട്ട ആൾക്കാർക്കും പണിയാണ്, ആ വോയിസ് അയച്ച വ്യക്തിക്കും പണിയാണ്. അത് വേറെ കാര്യം. ഞാനിപ്പോൾ അതുകൊണ്ടാണ്, കാരണം എന്ന് വെച്ചാൽ എയർപോർട്ട് കേസ് കേട്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. അത്യാവശ്യം നമുക്ക് ഈ പൊളിറ്റിക്സ് അത് ഇതൊക്കെ ആൾക്കാരുമായിട്ട് ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ എടുത്തടിച്ച് വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് അവിടെ മാറ്റി വെച്ചത്, അന്വേഷിക്കാൻ തുടങ്ങിയത്. തെളിവുണ്ടെങ്കിൽ ഉറപ്പാണ് ഞാൻ ഇതുപോലെ യൂട്യൂബിൽ ഒന്നും പറയത്തില്ല, പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് കറക്റ്റ് തെളിവ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തേനെ. മനസ്സിലായോ? നിങ്ങൾ കരുതുന്ന പോലുള്ള കാര്യമൊന്നും വെച്ചത്. ഇപ്പോൾ ഷഫീന അത് ചെയ്തു, അവരുടെ കട്സ് നോക്കി ഒരു സൂക്ഷിക്കേണ്ട ഒരു കേസ് കേട്ടാണ്. ഇപ്പോൾ രേണു ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഷഫീന അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് അപ്പം നിങ്ങൾ ആലോചിക്കണം, ഈ കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ എത്രമാത്രം ബന്ധം ഉണ്ടായിട്ടായിരിക്കും അവർ ഈ കടത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള കേസായിട്ട് ഷഫീന സൂക്ഷിക്കണം, ഷഫീനയുടെ മകൻ സൂക്ഷിക്കേണ്ടി വരും. ഇവർ എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ വേണമെങ്കിൽ അവിടെ വന്ന് ബോംബിടുന്ന ടീമുകളാണെങ്കിൽ തീർന്നില്ലേ. അതുകൊണ്ട് സൂക്ഷിക്കുക, ഞാൻ അത്രയും പറയുന്നുള്ളൂ. എന്താ പറയാ, ഈ വിവരക്കേടൊക്കെ കൂടെ ഇതെല്ലാം കൂടെ എൻ്റെ തലയിൽ വെച്ച് തരുമോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ റെഡിയാണ്. കാരണം എന്റെ വാക്ക് മിസ്റ്റേക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇത് എത്രമാത്രം പ്ലാനിങ് ആയിട്ട് അല്ലെങ്കിൽ എത്ര പേര് ഈ ഒരു കാര്യത്തിൽ സംസാരിച്ച് ഡിസ്കസ് ചെയ്തിട്ടാണ് മറ്റൊരു ചാനൽ ഈ ഒരു സാധനം പബ്ലിഷ് ആയത് എന്നുള്ള സാധനം. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. കാരണം ഒരു ചാനലിന് സ്ഥിരം ഇങ്ങനെ ഓരോരുത്തർ വോയിസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഡാനിയുടെ തെളിവുണ്ട്, അല്ലെങ്കിൽ വേറെ ഒരാളുടെ തെളിവുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ തെളിവ് വെച്ച് നിങ്ങൾ ആദ്യം ചെയ്യണത് ഏതെങ്കിലും നിയമപരമായിട്ട് എവിടെയെങ്കിലും ഒരു കംപ്ലൈന്റ് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ കിട്ടുന്ന സീക്രട്ട് ഒരു സാധനം. അപ്പൊ ഈ ഒരു സീക്രട്ട് ആകുന്ന സാധനം വെച്ചൊരു കംപ്ലൈന്റ് കൊടുക്കുന്നതിന് പകരം ഇത്രയും വലിയ തെളിവ് നിങ്ങൾ പബ്ലിക്കിലോട്ട് ഓരോരുത്തരുടെ വോയിസ് വെച്ചിട്ട് കൊടുക്കുമ്പോൾ അത് എന്തിനാണ്? അത് വെറും കണ്ടതല്ലേ? ഇത് വെറും കണ്ടന്റ് മീറ്റിംഗ് തന്നെയാണ്. ആ ഒരു ലെവലിൽ നിങ്ങൾ കണ്ടാൽ മതി. നമ്മൾ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. മനസ്സിലാവും. അതായത് ഇതൊക്കെ ഏതിനെതിരെ നിയമപരമായിട്ട് ഒന്നും ചെയ്യാനും വയ്യ, ഒന്നും ചെയ്യത്തുമില്ല, ഒരു കേസ് കൊടുക്കത്തുമില്ല. നിങ്ങൾ കൂടെ കേസ് കൊടുക്ക്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ബാക്കി 1-2 യൂട്യൂബേഴ്സ് കേസ് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മളെ ഭയക്കൊന്നുമില്ല. രേണു ഭയക്കുന്നതിന്റെ സജീവ ഞാൻ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിച്ച നീ കണ്ടില്ലേ? ഞാൻ എന്താ പൊട്ടനാണെന്ന് വിചാരിച്ചോ? കാരണം ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ളൊരു കേസ് കേട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ ഇവിടെയൊക്കെ സ്വർണ്ണം കെട്ടിക്കൊണ്ട് പോകുന്ന അത് ഇവള് സ്വന്തം ഭർത്താവിന്റെ പേരും പറഞ്ഞിട്ട് കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങൾ ഒരു 1.5 വർഷം കൊണ്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വരാൻ പോകുന്ന ഡിസംബർ ആകുമ്പോഴത്തേക്ക് 2 വർഷവും ഇവിടെ കോണ്ടന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഈ ഒരു എൻ്റെ ജീവിതത്തിലല്ല ഈ ലോകത്തിൽ തന്നെ ഇതുപോലൊരു കണ്ടന്റ് സത്യം പറയാലോ നമുക്ക് ചിലപ്പോൾ ഇട്ടിട്ട് പോകാൻ തോന്നും. ചില സമയത്തുണ്ടല്ലോ വലിച്ച് കീറി ഒട്ടിച്ച് പരിപ്പാക്കാനും തോന്നും. ഈ തള്ളച്ചി ഞാൻ രേണുവിൻ്റെ കാര്യമായിട്ടോ പറഞ്ഞു. ഇനി ഡാനി ഇനി മറ്റേ ഷഫീനയുടെ പേര് പറഞ്ഞതാണെങ്കിൽ പറയും. ഇതിപ്പോൾ ഇതെന്താ പറയണ്ടേ? ചെറിയ ലെവലിൽ നിന്ന് ഇന്റർനാഷണൽ ലെവലിലോട്ട് കാര്യങ്ങളായി. അപ്പൊ അതിന്റെ കൂടി കേസ് കൊടുക്കണം. അവർക്ക് തെളിവുണ്ട്. ഈ യൂട്യൂബ് എല്ലാ ചാനലും നമുക്ക് തെളിവുണ്ട് അവരുടെ കയ്യിൽ. കൂടാതെ നിങ്ങളിപ്പോൾ വരുന്ന ചാനലുകളിൽ അവരുടെ കയ്യിലുണ്ട് തെളിവ്. ഈ തെളിവെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളോട് കേസ് കൊടുക്കാനാണ് പറയുന്നത്. പിന്നെ എന്റെ വീഡിയോയ്ക്ക് താഴെ ഇന്നലെ വന്ന കമന്റ്സ് എന്തുകൊണ്ട് വേറെ കേസ് കൊടുക്കുന്നില്ല?
എന്തുകൊണ്ട് രേണു കേസ് കൊടുക്കണം? എടാ, ഒരാളുടെ സാധനം പോയി മോഷ്ടിച്ചു, ആ കള്ളനാണ് അങ്ങോട്ട് കേസ് കൊടുക്കാൻ. എന്നെ സ്ഥലത്തും സാധനം മോഷ്ടിച്ചു അതിനെ പറ്റി അന്വേഷിക്കണം. അല്ല, തെറ്റ് ചെയ്തവരല്ല ചെയ്യേണ്ടത്. എടീ, ജനങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? രേണുവിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ രേണു കൊണ്ട് കേസ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് ആദ്യം മനസ്സിലാക്കി കഴുത അവിടെ നിന്ന് ഉമ്പി കാമ്പൂശ്ശേരി മങ്ങാനോത്ത മുരിങ്ങയ്ക്കോടൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിവരക്കെട്ടവളൊക്കെ തോൽവിയാണോ? നീയൊക്കെ തോൽവിയാണോ? ഇത് അന്ന് അതൊരു ഇവിടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് ഇവിടെ കൊല്ല ചെയ്തയാ ഇവിടെ ഈ അഹങ്കാര സംസാരത്തിന് കൈ കിട്ടി. അത് ആർക്കാണോ തെളിയിക്കേണ്ടത്, ആർക്കാണ് ഇത് പുറത്ത് കൊണ്ടുവരാൻ ആവശ്യം, അവരാണ് കൊണ്ട് കേസ് കൊടുക്കേണ്ടത്. നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കലേ? സജീനയുടെ പേരും രേണുവിന്റെ പേരും കൊണ്ട് കേസ് കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, ആ സ്വർണ്ണമൊന്നും എല്ലാം അടിയിരുന്നോട് സജീന കിടന്ന് അനങ്ങാൻ പറ്റുന്നില്ല. നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ടവരുടെ ദാരിദ്ര്യം മാറ്റാനുള്ള അത്രയും കണക്കിലുള്ള സ്വർണ്ണമുണ്ട് സജീനയുടെ മടിയിൽ. ഇത് എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാലല്ല ഈ പറയുന്ന ഡയറക്ടറാണ് ഒളിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അമ്മാതിരി കമന്റ്സ് ആണ് വരുന്നത്. കാരണം രേണു ഇവിടെ നിന്ന് ദുബായി പോകുന്നത് മുതൽ ഈ ചെടി വരുന്നില്ല. രേണു ഇവിടെ നിന്ന് ദുബായി പോകുന്നത് മുതൽ അവിടെ നിന്ന് രേണു ഓരോ കട ഈ ചെടി വരുന്നില്ല. രേണു ഇവിടെ നിന്ന് ദുബായി പോകുന്നത് മുതൽ അവിടെ നിന്ന് രേണു ഓരോ കടയിൽ പോകുന്ന ഡയപ്പർ വാങ്ങുന്ന അതിനകത്ത് സ്വർണ്ണം കയറ്റുന്ന ഡയപ്പർ തിരിച്ച് കൊണ്ടുവരുന്നു. ഇതെല്ലാം ഭയങ്കര പ്ലാനിങ് ആയിട്ട് നമ്മുടെ യൂട്യൂബേഴ്സ് നടത്തുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന ജനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ചോദിക്കട്ടെ, ഒരു കാര്യം കേൾക്കുമ്പോൾ അത് സത്യമാണോ ഇല്ലായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് നടത്താതെ നിങ്ങൾക്കില്ലേ? ഇവരെന്തിനു വീട് ചെയ്യും? എന്തിനു വേണ്ടി? കണ്ടന്റിന് വേണ്ടി മാത്രം വീട് ചെയ്യും. ജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ട് ഇതൊരു കണ്ടന്റ് മേക്കിംഗ് സാധനം എന്ന് പറഞ്ഞ് മാത്രം അവർ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കേസ് കൊടുക്കുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ നിയമപരമായിട്ട് പോകുന്നില്ല? അവരിത് കണ്ടന്റായിട്ട് നിങ്ങൾക്ക് ഇട്ട് തരുമ്പോൾ നിങ്ങൾ അത് കേട്ട് വിശ്വസിച്ചിരിക്കുകയല്ലേ? എന്തൊക്കെ ആരോപണമാണ് രേണുവിനെതിരെ വന്നത്? ഒരു കാര്യത്തിൽ ഇവരുടെ കേസ് കൊടുത്തെന്നോ അല്ലെങ്കിൽ ആ കേസിന് വേണ്ടി രേണുവിനെ പോലീസ് വിളിപ്പിച്ചെന്നോ? എന്തെങ്കിലും ആ ദൈവം ഒരു കേസ് കൊടുത്തു, എന്തായി? കേസിന് അപ്ഡേഷൻ വരുന്നത് എന്തായി? പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ട് പോലും ഇല്ല. കാരണം ഇത് ഇവർക്ക് വെറും കണ്ടന്റ് മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നത് വെറും കണ്ടന്റ് മാത്രമാണ്. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു കാര്യത്തിലും അങ്ങനെ ചുമ്മാ കയറി പോലീസിന് കേസ് എടുക്കാൻ പറ്റൂല. ജനങ്ങളെ മോളെ നിനക്ക് അറിയാത്തതുകൊണ്ടാ ഇവിടെയും കൂടെ പേര് കേസ് കൊടുത്താലോ ഞാൻ ആലോചിക്കുക. നിങ്ങൾ പറ, ഇവിടെയും കൂടെ പേര് ഒരെണ്ണം കൊടുത്താലോ? ഈ ശ്രീധുവിന്റെ പേരില്ല, നിന്നെ വിളിപ്പിക്കുമല്ലെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ചുമ്മാ വന്നിട്ട് ഞാനൊരു കാര്യം തുറന്നു പറയാം. മോളെ ശ്രീധു, നീ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവളെ പോലുള്ള ഇവിടെ വല്ല കൊള്ള സംഘത്തിന്റെ വല്ല ആളാണെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് നിന്നെ ഉൾപ്പെടെ അകത്തിടും. അത് വേറെ കാര്യം. നിന്നെ ആയിരിക്കും ആദ്യം തൂക്കുന്നത്. സജിനയാണെങ്കിൽ ഇങ്ങനെ നിൽക്കും, നമ്മുടെ മെർസലിനകത്ത് വിജയ് നിൽക്കുന്ന പോലെ ഇങ്ങനെ ചിലപ്പോൾ കാണിക്കേണ്ടി വരും. നോക്കി കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ട് വന്ന എൻ്റെ പൊന്നു മോളെ നിർത്തേണ്ട അടുത്ത് എനിക്കറിയാം. എനിക്കാണെങ്കിൽ അരച്ച് കയറുന്നു. അപ്പൊ അത് സത്യമാണല്ലേ? അതപ്പൊ സത്യമാണല്ലേ? അതൊക്കെ സത്യമാണല്ലോ. ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അത് പോട്ടെ. 6 മാസം മുമ്പേ നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്ത വിഷയം ഒരു 6 മാസം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് വലിയ വാല്യൂ കാണത്തില്ല. ഇപ്പോൾ സ്വർണ്ണക്കടത്തിൻ്റെ ആണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ 6 മാസം മുമ്പുള്ള കാര്യങ്ങൾ എന്തെടുക്കും? വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ സത്യങ്ങളൊക്കെ പുറത്തു വരും. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വായിന്ന് തന്നെ മറ്റേ അബോർഷൻ കേസ് ഇട്ട് ശരിയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എല്ലാം അറിഞ്ഞിട്ട് എന്തിനാണ് ഈ നാറികൾക്കൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? നാറി ബാക്കിയുള്ള എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ വന്ന ഈ ഇഷ്യൂവിന് പോലും ഇവർക്ക് നിയമപരമായിട്ട് കേസ് എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിന്റെ ആഴം എന്താണ് എന്നുള്ളത്. ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എത്രത്തോളം ഏതാണെന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഇടയിൽ കളിക്കുന്നതെല്ലാം ഈ പറയുന്ന ഡാനി അതും ഞാനോട് സംസാരിച്ചിട്ടില്ല. സത്യം പറയാം, വാട്സാപ്പിൽ എന്താണ് ഞാനൊരു മെസ്സേജ് ചെയ്തായിരുന്നു. അതല്ലാതെ വേറെ ഡാനിയോട് സംസാരിച്ചിട്ട് ഞാൻ അവനോട് കയറി കൊടുക്കല്ലേ. അവന്റെ അമ്മയ്ക്ക് പറഞ്ഞതിന്റെ ക്ഷീണമൊന്നും മാറിയിട്ടില്ല. അന്നേ ഈ ഡാഷ് മോക്കിട്ട് അവൻ പണി വെച്ചിരിക്കുക. നീ കണ്ടോ? ഓക്കെ, അപ്പൊ നീ ഡാനിയുടെ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞ എന്തെങ്കിലും കേട്ടിട്ട് എന്റെ സാധനം ഞാൻ നിന്റെ കയ്യിൽ വെച്ചിരിക്കുന്നെങ്കിൽ നിനക്ക് അത് തെറ്റി. കാരണം അതിൽ ഞാൻ ഈ പറയുന്ന ഇട്ട് തരുന്ന സാധനം അല്ലെങ്കിൽ ഞാൻ അതിൽ നിനക്ക് അങ്ങനെ പ്രത്യേകിച്ചാണെന്ന് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല. നോർമൽ നമുക്ക് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പോപ്പ് ചെയ്യണം ഇവിടെയൊക്കെ വീഡിയോക്ക് ലൈക്ക്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അപ്പോൾ ഈ കാര്യം ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഇത് ഇവളൊക്കെ ഈ കൊള്ള സംഘത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഷഫീനെ സൂക്ഷിക്കണം. ഷഫീനയുടെ മകനും സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. അത്ര ഞാനിപ്പോൾ പറയുന്നുള്ളൂ. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവിടെ വീട്ടിൽ സംഭവിക്കുന്നതൊക്കെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവളൊക്കെ വേണമെങ്കിൽ ആ വീട് വരെ ആക്രമിക്കാൻ പോലും മടിയില്ലാത്ത നാറികളാണ്. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പൽസറി രേഖപ്പെടുത്തുക. ബൈ, ലവ് യു.